ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ ചക്ക വെച്ചിട്ടാണ്. നമ്മുടെ പറമ്പിലൊക്കെ നമുക്ക് ധാരാളം കിട്ടുന്ന ചക്ക വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാ ഞാനിവിടെ ഒരു 1/2 കിലോ ചക്ക എടുത്തിട്ടുണ്ട്. ഞാനത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോഴേ അവരിതിൻ്റെ കരിന്തൊലിയൊക്കെ ചെത്തിയിട്ട് നല്ല ക്ലീൻ ആയിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്നുകൂടി ഇതൊക്കെ ഒന്ന് ചെത്തിയിട്ടൊന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. നമ്മൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത് ദാണ്ട് ഈ ഒരു രീതിയിലുള്ള ചക്കയായിരിക്കണം. കുരു ഒന്നും അധികം വിളയാത്ത നമ്മുടെ ആ ചക്കയുടെ പാട ഉണ്ടല്ലോ, അതൊന്നും അധികം കട്ടിയില്ലാത്ത ചക്ക വേണം എടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടിച്ചക്കയും എടുക്കാവുന്നതാണ് കേട്ടോ. എന്തായാലും വിളയാത്ത ചക്ക വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതാ കണ്ടില്ലേ, ഞാൻ വേറൊരു പീസും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള ചക്ക വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമുക്ക് ചക്കയൊക്കെ നല്ലതുപോലെ ഒന്നുകൂടി ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഈ കളറൊക്കെ മങ്ങിയിരിക്കുന്ന ആ സ്ഥലമൊക്കെ നമുക്ക് ഒന്നുകൂടി ചെത്തി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ ചക്കയൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതല്ലേ, അതുകൊണ്ട് നമ്മളൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി തന്നെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചക്ക വെച്ചിട്ട് നമ്മൾ തോരനും അതേപോലെ തന്നെ ചക്കപ്പുഴുക്കും എരിശ്ശേരിയും ഒക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെയുള്ള കറി അധികം അങ്ങനെ ആരും ഉണ്ടാക്കാറില്ല. പക്ഷേ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഇറച്ചിക്കറിയുടെയൊക്കെ അതേ ഒരു ടേസ്റ്റാണ് ഇതിന്. ഇനി എന്നിട്ട് നമുക്ക് വേണ്ട ഈ ഒരു രീതിയിൽ കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഒരുപാട് കനവും ആയി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് കനം കുറഞ്ഞും പോകരുത്. നമ്മൾ ചീമച്ചക്കയൊക്കെ കട്ട് ചെയ്യത്തില്ലേ, ആ ഒരു രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാണ് ചക്കയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കുക്കർ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കയെല്ലാം ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് വെന്ത് വരുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, വളരെ കുറച്ച് വെള്ളം മാത്രം മതി. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒറ്റ വിസിൽ മാത്രമേ വരാവൂ. ഇത് ഒരുപാടങ്ങ് വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ചക്കയൊക്കെ ഒറ്റ വിസിൽ വന്നപ്പോൾ തന്നെ ഈ ഒരു രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ടതാ ഇതുപോലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊന്ന് ഉടഞ്ഞു കിട്ടണം, അത്രേ വേണ്ടൂ. അപ്പോൾ നമുക്കിതൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ പാത്രം കുറച്ച് വലിയ പാത്രമായിരിക്കണം. നമ്മളിത് ഒരുപാട് ഇളക്കി കുഴച്ച് അങ്ങനെ എടുക്കരുത്. ഇതേപോലെ നമ്മുടെ ആ തവയൊന്ന് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറി മാറി വെച്ച് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ചക്കയൊക്കെ ഓരോ സൈഡും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. 1-2 മിനിറ്റിനകം തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. കാരണം നമ്മളിത് വേവിച്ച ചക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചല്ല വേവിച്ചേക്കുന്നത്, അതുകൊണ്ട് ഒത്തിരി ഒന്നും കുഴഞ്ഞും പോകില്ല. അപ്പോൾ അതാണ്ട് ഈ ഒരു പരുവത്തിൽ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ജീരകം ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ബേ ലീഫും 2 കഷ്ണം കറുകപ്പട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറുതായിട്ട് തന്നെ നമ്മളിത് അരിഞ്ഞെടുക്കാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ആ നേരം കൊണ്ട് സവാളയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും.
ഇപ്പോൾ ആ സവാളയൊക്കെ ഈ ഒരു രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവാളയുടെ ആ പച്ച ചുവയൊക്കെ മാറി നന്നായിട്ട് വെള്ളം വലിഞ്ഞ് നല്ല രീതിയിൽ തന്നെ കിട്ടണം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയോ മീറ്റ് മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളിയൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ വെള്ളം വറ്റി നല്ലതുപോലെ വഴണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതാ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ തന്നെ വഴണ്ട് കിട്ടണം കേട്ടോ. അതിനകത്തിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് തന്നെ വഴണ്ട് കിട്ടണം. അതിനുശേഷം മാത്രമേ നമ്മളിതിലേക്ക് ചക്കയൊക്കെ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഒന്നുകൂടി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. നമ്മുടെ ഈ അരപ്പൊക്കെ നല്ലതുപോലെ വെന്ത് തിളച്ച് നല്ല രീതിയിൽ തന്നെ കിട്ടണം. അപ്പോൾ നമുക്ക് ഈ സമയം ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ സവാള ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷമേ നമ്മൾ ഈ ചക്കയുടെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം വേണം, എത്രത്തോളം നമ്മൾ ഗ്രേവി ആയിട്ട് വെക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം നന്നായിട്ട് തിളച്ചൊക്കെ വരുമ്പോഴേ ഈ ചക്കയിൽ കുറേ വെള്ളം അങ്ങ് പിടിക്കും. അപ്പോൾ നന്നായിട്ടത് വറ്റി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ചക്കയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ചക്കയൊന്നും ഉടഞ്ഞു പോകരുത്. അതേ രീതിയിൽ വേണം നമ്മളിത് ഇളക്കി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ സമയം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. നമ്മൾ ഈ പെരിഞ്ജീരകത്തിൻ്റെ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല്, നല്ലൊരു ടേസ്റ്റ് വേണം. മസാലയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് വരും. ചക്കയിലേക്ക് മസാലയൊക്കെ പിടിക്കുന്നതിനായിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ തിളച്ച് നല്ല രീതിയിൽ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിന് നല്ലൊരു മണമാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഒരു തവണയെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലെ എപ്പോഴും ഉള്ള സാധനങ്ങൾ, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണത്. ഈ സമയം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ മല്ലിയില ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ കുറച്ചുകൂടി ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഞാനിത് ചപ്പാത്തിക്ക് വേണ്ടിയാണ് തയ്യാറാക്കിയേക്കുന്നത്. ഇനി നമുക്കിതാ ഇതേപോലെ ചപ്പാത്തി എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.